ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ആക്ച്വലി മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ചിലരുണ്ട്, നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ചിലരുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ഓക്കെ ഇത് റൈറ്റ് ആണോ ഇത് റോങ് ആണോ എന്ന് നോക്കാതെ അവർ പറയാ ഷുവർ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. ചിലരുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ അത് പറയൂ. അവർ പറയുന്നത് എന്ന് വെച്ചാൽ അത് നടക്കില്ല എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഓൾറെഡി അവരത് മൈൻഡ് സെറ്റ് ആക്കി കഴിഞ്ഞു തരം അത് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ചിലരത് പറയുകയും ചെയ്യും, അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ചിലരുണ്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ ശ്രമിക്കാം എന്ന് പറയുന്ന ആൾക്കാർ ആക്ച്വലി ദേ വിൽ ട്രൈ ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ആൻഡ് അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾക്ക് നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ മാക്സിമം നമ്മൾ പുഷ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലെവൽ എത്തുന്നത് നമ്മളെക്കുറിച്ച് ആക്ച്വലി നമ്മൾ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസിഷനും നമ്മളെ മൈൻഡ് സെറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മൈൻഡ് സെറ്റ് വേണമെന്നുള്ളത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണമെന്നുള്ളതാണ് ആക്ച്വലി ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മൾ ഏത് ഏജ് ആണെങ്കിലും, നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും, നമ്മൾ ഏത് ഈവൻ ഒരു സിമ്പിൾ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാതെ നമുക്കത് മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ നെഗറ്റീവ് കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്താഗതികൾ വരത്തില്ല. പക്ഷേ എന്ത് പുതിയ കാര്യമാണെങ്കിലും നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുത്ത് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് പകരം ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ അത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കതിനുള്ള വഴികൾ നമുക്ക് തന്നെ തുറന്നു വരും. കാരണം ഇതെല്ലാം നമ്മുടെ ചിന്താഗതികളാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ അവരെന്തുകൊണ്ടത് പറയുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയോ? അപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് മൈൻഡ് സെറ്റ്. ശരിക്കും ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്ത ഒരു കാര്യം, എന്ത് കാര്യം കേൾക്കുമ്പോഴും ആദ്യം ഞാൻ ചിന്തിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് പോസിറ്റീവായിട്ടുള്ളത് എന്താണ്. സോ ബി പോസിറ്റീവ്, കീപ് യുവർ മൈൻഡ് സെറ്റ് in a positive way, and things will come to you and you can push your limits to the maximum when your mindset is positive. Okay, ഇതാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. താങ്ക് യു.